വസ്വ, ഇവിടെ ഔസ്വാനി എന്നെ ഉപദേശിച്ചു എന്നാണ്. ഔസ്വാനി എന്നെ ഉപദേശിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിതിസ്ഇൻ 9 കാര്യങ്ങൾ നബി എന്നെ ഉപദേശിച്ചു. ഒന്നാമത്തെ കാര്യം ലാ തുശ്രിക് ബില്ലാഹ്, ലാ തുശ്രിക് നീ പങ്കു ചേർക്കരുത് ബില്ലാഹ് അല്ലാഹുവിൽ, നീ ശിർക്കൊരിക്കലും ചെയ്യരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് നൽകിയ ഒന്നാമത്തെ ഉപദേശം. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് സ്വഹാബിയായി വന്ന് നബിയുടെ കൂടെ ജീവിക്കുന്ന പ്രധാനിയായി മാറിയ ഒരു സ്വഹാബിയോട് പോലും നബി കൊടുക്കുന്ന ഉപദേശം ശിർക്ക് ചെയ്യരുത് എന്നാണ്. അപ്പോൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് ഉണ്ടാവില്ല എന്നല്ല, നമ്മുടെ നാട്ടിൽ ധാരണപ്പതാണ്. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ശിർക്കിനോട് പേടിക്കേണ്ടതില്ല, ശിർക്ക് സംഭവിക്കില്ല, എന്തെന്ന് വിശ്വസിച്ചാലും ഇവിടെ ശിർക്ക് വരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്ക് പേടിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പൊതുവെ ധാരണ. എന്നാൽ സ്വഹാബിയോട് നബി തങ്ങൾ 9 ഉപദേശം നൽകുമ്പോൾ ഒന്നാമത്തെ ഉപദേശം ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുതാണ്. ശിർക്കിനെതിരെ ധാരാളം സന്ദർഭങ്ങൾ നബി തങ്ങൾ സ്വഹാബത്തിന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മിമ്പറിൽ വെച്ച് ഖുത്ബയിൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ഫൈനഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി, ഉറുമ്പരിക്കുന്നതിനേക്കാളും സ്വകാര്യമായി നിങ്ങളിൽ ശിർക്ക് വരും എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാർ ചോദിച്ചു, നബി അത്ര സ്വകാര്യമായി ശിർക്ക് വരുമെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുക? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ അറിഞ്ഞുകൊണ്ട് ശിർക്ക് വരുന്നതിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ തേടുന്നു, അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചാൽ എന്നോട് അതിൽ നിന്ന് പൊറുക്കൽ തേടുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോൾ അറിഞ്ഞും ശിർക്ക് വരാം, അറിയാതെയും ശിർക്ക് വരാം എന്നർത്ഥം. 2 ഇലാഹുണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളതാണെങ്കിൽ അത് അറിയാതെ വരുമല്ലോ. 2 ഇലാഹുണ്ട് അറിയാതെ വിശ്വസിക്കുമോ? അറിഞ്ഞുകൊണ്ടേ വിശ്വസിക്കുള്ളൂ. അപ്പോൾ അറിഞ്ഞും ശിർക്ക് വരാം, അറിയാതെയും ശിർക്ക് വരാം. ലോകത്ത് വന്ന അമ്പിയ ഒക്കെ ശിർക്കിനെ ഭയപ്പെട്ടവരും ശിർക്കിനെതിരെ പ്രത്യേകമായി താക്കീത് നൽകി വരും. യാക്കൂബ് നബിയുടെ വസിയത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അം കുന്തും ശുഹദാ, അതിൽ വിശ്വാസം ഉണ്ടാവും, വിശ്വാസത്തിൽ വ്യതിയാനം സംഭവിക്കും, വിശ്വാസരംഗത്ത് വ്യതിയാനം സംഭവിക്കും. അതിൻ്റെ ബാഹ്യരൂപമായിട്ട് വാക്കോ പ്രവർത്തിയോ പുറത്തേക്ക്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ നബി പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞേക്കും ചില ആളുകൾ ഇന്ന് എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, കാരണം മുത്തനബി നൗ ഈ കഥ വക്കഥ, ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് മഴ കിട്ടിയത്. അപ്പം അത് ഒരു വാക്കാണ്, പക്ഷെ ആ വാക്കിന് പ്രചോദനമാകുന്നത് എന്താണ്? ഒരു ധാരണ തന്നെ, ഒരു വിശ്വാസം തന്നെയാണ്. അള്ളാഹിൻ്റെ ഫضൽ കൊണ്ട് എന്ന വിശ്വാസത്തിൽ പെട്ട ചെറിയൊരു പാളിച്ചയാണ് അവിടെ മുത്തനബി നൗ ഈ കഥ എന്ന് പറയുന്നവർക്ക് പ്രേരണയായി മാറുന്നത്. എന്നിരുന്നാലും ശിർക്ക് എന്നുള്ളത് അറിഞ്ഞും വരാം, അറിയാതെയും വരാം. അല്ലാതെ അല്ല എന്ന് പറയുന്നതല്ല ശിർക്ക്. 2 അല്ലാണ്ടെന്ന് പറയുന്നത് മാത്രമല്ല ശിർക്ക്. 2 അല്ലാണ്ട് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. എന്നാൽ അല്ലെങ്കിലും ശിർക്ക്. ഇപ്പം നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാലാണ് അതാ സംഭവിക്കുക. ഇവിടെ പറഞ്ഞു, നീ എന്നെ അള്ളാഹിനോട് തുല്യമാക്കുകയാണ്. പലപ്പോഴും ക്ലാസ് പറഞ്ഞ ഹദീസാണ്, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ? ഇവിടെ അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴാണ് നീ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കുകയാണോ എന്ന് നബി തങ്ങൾ ചോദിച്ചത്. ശിർക്ക് ഏത് സമയത്തും വരാം. അതേക്കുറിച്ചുള്ള അങ്ങേയറ്റ ജാഗ്രത വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം.